ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ സബ്ജക്റ്റിലേക്ക് വീണ്ടും വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തിരുന്നത് 2 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് BSൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കൂടുതലായിട്ടും ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റായിരുന്നു നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ BSൻ്റെ തേർഡ് മൊഡ്യൂളിലേക്ക് വന്നു. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്ത് സാനിറ്ററി എഞ്ചിനീയറിങ്, എയർ കണ്ടീഷനിങ്, അങ്ങനത്തെ പലതരത്തിലുള്ള ടോപ്പിക്കുകൾ, വെന്റിലേഷൻ, അങ്ങനത്തെ ടോപ്പിക്കുകളായിരുന്നു നമ്മൾ കൂടുതലായിട്ട് തേർഡ് മൊഡ്യൂളിൽ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സാനിറ്ററി ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ ചെറിയൊരു പോർഷനായിരുന്നു എയർ കണ്ടീഷനിങ്ങും വെന്റിലേഷനൊക്കെ. ഓക്കെ, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ 3ാമതായി എടുക്കുന്ന മൊഡ്യൂളാണ് ഈ ഫോർത്ത് മൊഡ്യൂള്. ഇനി ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുക. പറഞ്ഞിട്ടുള്ള കാരണം എന്തായിരുന്നു? ഇലക്ട്രിക്കൽ പരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് മൊഡ്യൂൾ 1 നമ്മൾ അവസാനമായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുക, നല്ലോണം പഠിക്കുക. അടുത്ത മാസം ജൂലൈ മാസത്തിലാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ, സെമസ്റ്റർ എക്സാമിനേഷൻ ജൂലൈ മാസത്തിൽ വരും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് വിചാരിച്ചിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക മൊഡ്യൂൾ 4. ഓക്കെ, ഇതിൽ നമ്മൾ ബേസിക്കലി പഠിക്കാൻ പോകുന്നത് ഫയർ, ഓക്കെ, അഗ്നി, ഓക്കെ, തീ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിനെക്കുറിച്ചും അതുകൂടാതെ തന്നെ അക്വസ്റ്റിക്സിനെ കുറിച്ചും, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്ക്. അതുകൂടാതെ വരുന്ന കുറേ സബ് ടോപ്പിക്സ് ഉണ്ട്. ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയർ. ഓക്കെ, ഫയർ, അത് മാത്രമല്ല പിന്നെ അക്വസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ഫയർ എന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണ് എന്താണ് ഫയർ. ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പറയണ പോലെ തന്നെ എന്താണ്, പലതരത്തിലുള്ള ഫയറുകളുണ്ട്. ഓക്കെ, തീ പിടിക്കണത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ എന്തിനാണ് നമുക്ക് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അറിയാതെ നമ്മൾ തീ അണയ്ക്കാൻ പോയി കഴിഞ്ഞാൽ, ഓക്കെ, തീ അണയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തീ ആളിക്കത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തീ എന്തുകൊണ്ടാണ് കത്താൻ കാരണം. ഓക്കെ, അതിൻ്റെ മീഡിയം എന്താണ്. ഓക്കെ, ആ മീഡിയം എന്താണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ തീ അണയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എന്തായിരിക്കും, സൗകര്യപ്രദമായിരിക്കും. ഓക്കെ, അല്ലാതെ ഇപ്പോൾ തീ കണ്ടു, നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യം എന്താണ്, എടുത്ത് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ചില സമയത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആളിക്കത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ പല കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫയറിനെ തന്നെ പല സബ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ പ്രതിരോധമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, ഇങ്ങനെ 5 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലതിൽ കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്, ചിലതിൽ എഫ് എന്ന് പറഞ്ഞിട്ടും കാണിക്കാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യണത്. ഓക്കെ, അതുകൊണ്ട് അത് ശരിയും ഇത് തെറ്റും അങ്ങനെ കരുതാൻ പറ്റില്ല, ഇത് ശരിയും അത് തെറ്റും അങ്ങനെയൊന്നുമില്ല. പല ഏരിയയിലും പല സ്ഥലങ്ങളിലും, ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ബ്രിട്ടൻ, ഓക്കെ, ബ്രിട്ടീഷ് ഫോളോ ചെയ്യണത് വേറെ മെത്തേഡായിരിക്കും, അമേരിക്കൻ ഫോളോ ചെയ്യുന്നത് വേറെ മെത്തേഡായിരിക്കും, ഇന്ത്യയിൽ വേറെ മെത്തേഡായിരിക്കും. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യും. അവർ ഫോളോ ചെയ്യണ കോഡും അവർ ഫോളോ ചെയ്യുന്ന റൂൾസിൻ്റെ അനുസരിച്ചായിരിക്കും അവരുടെ
എന്താ പറയുക ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ കാറ്റഗറി ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ. ഓക്കെ, ക്ലാസ് എയിൽ വരുന്നത് എന്താണ്? സോളിഡ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോളിഡ് മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, പേപ്പർ, ഓക്കെ, അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസിൽ നിന്ന് പടരുന്ന തീനെ അല്ലെങ്കിൽ ഫയറിനെ പറയണതാണ് ക്ലാസ് എ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല അത് ക്ലാസ് എയിൽ പെടുന്ന ഫയർ ആക്സിഡൻ്റ് ആണ് എന്ന് ചില ആൾക്കാർ പറയും. ഇപ്പോൾ ഫയർ ഫോഴ്സിലത്തെ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയുണ്ടാവുക, ക്ലാസ് എയിൽ പെട്ട ഫയറാണ്, അപ്പോൾ അതിൻ്റെ അതിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ വേണം, എക്യുപ്മെൻറ്റ്സ് വേണം കൊണ്ടുവരാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഒപ്പമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും, നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഇനി പറയാനുള്ളത് ക്ലാസ് ബി ആണ്. ഓക്കെ, ക്ലാസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെയാണ് ക്ലാസ് ബിയിൽ പെടുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ് പെട്രോൾ, ഡീസൽ, ഓയിലൊക്കെ. ഓക്കെ, പെട്രോള്, ഡീസൽ, ഓയിൽ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിമബിൾ. ഓക്കെ, കുറച്ചുകൂടി ആളി കത്താൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഒരു പെട്രോൾ, ഡീസൽ, ഓയിൽ എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ. ഇനി ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞത് സോളിഡും രണ്ടാമത് പറഞ്ഞത് ഏകദേശം ലിക്വിഡായിട്ടും കൂട്ടാൻ പറ്റും. അപ്പോൾ മൂന്നാമതായിട്ട് വരുന്നത് ഗ്യാസ് ആയിരിക്കും. ഓക്കെ, പലതരത്തിലുള്ള ഫ്യൂസിബിൾ ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാവും, ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആളി പടരാനുള്ള സാധ്യതയുള്ള ഗ്യാസസ് ആണെങ്കിൽ അതിനെ ക്ലാസ് സി എന്ന രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്താറ്. ഓക്കെ, ഇനി വരുന്നത് നാലാമത്തെ ക്ലാസ്സാണ് ക്ലാസ് ഡി. ക്ലാസ് ഡിയിൽ എന്താ വരുന്നത്? നമ്മളുടെ മെറ്റലുകൾ. ഓക്കെ, മെറ്റൽസ് ഏതൊക്കെയാണ്? ഈ മെറ്റൽസ് എന്ന് പറയുമ്പോൾ അത്ര എന്താ പറയുക ബുദ്ധിമുട്ടുകളുള്ള മെറ്റലുകളൊക്കെ ഉണ്ടോ? കത്താൻ സാധ്യതയുള്ള ഉണ്ട്. പല മെറ്റീരിയൽസും നമ്മൾ പലതരത്തിലുള്ള കോൾഡ് സ്റ്റോറേജിലാണ് വെക്കാറ്. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ നിങ്ങൾ +2 സയൻസ് ഒക്കെയാണ് പഠിച്ചതെങ്കിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് നമ്മൾ ഈ സോഡിയം പോലത്തെ മെറ്റലുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? അത് പെട്ടെന്ന് ഫ്ലെയിമബിൾ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്, പെട്ടെന്ന് കത്താൻ സാധ്യതയുണ്ട്. അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു മെറ്റീരിയലിൽ ഇടുമ്പോൾ അതിങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ പോകും, കത്തി കത്തി ഇങ്ങനെ പോകും. അതന്നെ വലിയൊരു കഷ്ണം എടുത്തിട്ടാണെങ്കിൽ അതാകെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മെറ്റൽസിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിനെ ക്ലാസ് ഡി എന്ന രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി അവസാനമായി വരുന്ന ക്ലാസ്സാണ് ക്ലാസ് ഇ. ക്ലാസ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ അപ്പാരറ്റസ്. ഓക്കെ, ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള നമ്മളെ കറണ്ടിലേക്ക് കൊടുക്കുന്ന എന്തെങ്കിലും അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇസ്തിരിപ്പെട്ടി. ഓക്കെ, അതിൽ നിന്ന് തീ പിടിച്ചു. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള അപ്പാരറ്റസുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഷോർട്ട് സർക്യൂട്ടൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അത് ചിലപ്പോൾ AC-യിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ലൈവായിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്പാരറ്റസിൽ നിന്നും എന്ത് വരാൻ സാധ്യതയുണ്ട്? നമ്മളുടെ തീ പടരാൻ, ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ടോപ്പിക്ക്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ. ഓക്കെ, ഏതൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ക്ലാസ് എ. ക്ലാസ് എയിൽ പെടുന്നതാണ് നമ്മൾ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ബേസിക്കലി നമ്മളുടെ വുഡ്, പേപ്പർ, ഓക്കെ, ടെക്സ്റ്റൈൽസിൽ നിന്നുള്ള മെറ്റീരിയൽസ്, സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അത് നമ്മളുടെ ഫയർ ആക്സിഡൻറ്റ് എയിൽ വരും ക്ലാസിഫിക്കേഷനിൽ. ക്ലാസ് ബിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്. ഓക്കെ, ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കത്തിപ്പടരാനുള്ള സാധ്യതകളുള്ള ലിക്വിഡ്സ്, ആൾ കത്താനുള്ള സാധ്യതയുള്ള ലിക്വിഡ്സ്, ബേസിക്കലി പെട്രോൾ, ഡീസൽ, ഓയിലുകൾ. ഓക്കെ, ക്ലാസ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ പറയാറ്. ഓക്കെ, നമ്മൾ LPG പോലത്തെ ഗ്യാസുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, പാചകവാതകം ചോർന്നതിന് ശേഷം നമ്മൾ ചില സിനിമകളിൽ, പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ എന്താ പറയുക LPG ഗ്യാസിൽ നിന്ന് ലീക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു
നമ്മളുടെ സ്വിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഗ്യാസസ്. ക്ലാസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റൽസ്. ഓക്കെ, എല്ലാ മെറ്റൽസും ഫ്ലെയിമബിൾ ആവണമെന്നില്ല, പക്ഷെ ചില മെറ്റൽസ് ഫ്ലെയിമബിൾ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ക്ലാസ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ അപ്പാരറ്റസ്, ലൈവായിട്ടുള്ള ഇലക്ട്രിക്കൽ അപ്പാരറ്റസ്. അതിൽ നിന്ന് വരുന്ന ഫയർ ആക്സിഡൻറ്റിനാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുണ്ടാവുക. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, എന്തിനാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിനെ ഫയർ റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണത്? അപ്പോൾ ഒരു ദുരന്തം ഇപ്പോൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ടാണോ ദുരന്തം വരാതെ? അല്ല, അത് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനോട് പറയുകയാണ്, ഇന്ന് രാവിലെ 8 മണിയാകുമ്പോൾ നമ്മളവിടെ എന്തുണ്ടാവും, തീ വിപത്ത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാലാവസ്ഥേൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റുകളൊക്കെ വരികയാണെങ്കിൽ 4-5 ദിവസം മുന്നേ തന്നെ പറയുന്നുണ്ട്, ഇന്ന ചുഴലിക്കാറ്റ് ഇന്ന ദിവസം ഇന്ന തീരത്ത് തൊടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനും അവിടുത്തെ എന്താ പറയുക ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എന്താ പറയുക ട്രാൻസ്ഫോമേഴ്സൊക്കെ ഓഫാക്കി ഇടാനും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പലതരത്തിലുള്ള വലിയ ദുരന്തം ഒഴിവാക്കാൻ പറ്റും. പക്ഷേ നമ്മളുടെ ഫയർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമല്ല ഫയർ ആക്സിഡൻറ്റ്. അത് പറയാതെ വരുന്നത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ എന്താ പറയുക മാൻമെയ്ഡ് എറേഴ്സായി കാരണം, ഓക്കെ, ഹ്യൂമൺ എറേഴ്സ് കാരണം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് മുഖേന, ഷോർട്ട് സർക്യൂട്ട് മുഖേന അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ടാവുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിൽഡിങ്ങിൽ, ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ ബിൽഡിങ്ങിൽ മാത്രമല്ലല്ലോ കാട്ടുതീയൊക്കെ വരാറില്ലേ, അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ബേസിക്കലി എന്താണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ റെസിസ്റ്റൻസ്, ഫയർ റെസിസ്റ്റൻസിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ അങ്ങനെ ഫോറസ്റ്റ് ഫയേഴ്സിനെ കുറിച്ചൊന്നുമല്ല കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഒരു ബിൽഡിങ്ങിൽ ഒരു തീ വിപത്ത് സംഭവിക്കുകയാണ്. ഓക്കെ, ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ടൈം, ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ലാബിൽ ചെയ്തപ്പോൾ സിമെൻ്റൊക്കെ കുഴച്ച് വെള്ളമൊഴിച്ച് എത്ര നേരം കുഴയ്ക്കാൻ പറ്റും, അതിനൊരു ടൈമുണ്ട്. അതിന് പറയുന്ന പേരായിരുന്നു ടൈം ഓഫ് ഗേജിങ്. ഞാൻ പറഞ്ഞായിരുന്നു ഒരു 3 മുതൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് കുഴച്ചിട്ട് നിങ്ങളുടെ മൗൾഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു ബിൽഡിങ് കത്താൻ തുടങ്ങിയെന്ന് വിചാരിക്കുക, ഫയർ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക, അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടൈം ലിമിറ്റ് കൊടുക്കണം ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട്ടിൽ തീ പിടിച്ചു, ആ തീ പിടിക്കണത് സാവധാനം തീ പിടിച്ച് തുടങ്ങാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു വിറക് പോലത്തെ മെറ്റീരിയലാണ് നിങ്ങൾ വീട്ടിൽ കൺസ്ട്രക്ഷന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, തീരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഒരു തീ ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ തന്നെ, തീ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾ കത്താൻ സാധ്യതയുണ്ട്. അതന്നെ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോലും അത് കത്തിപ്പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ആ ടൈമാണ് നമ്മളുടെ ഒരു ടൈം, ഒരു കട്ട് ഓഫ് ടൈം.
ആ കട്ട് ഓഫ് ടൈം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ സൗകര്യം, അവിടെ വസിക്കുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ടൈമാണ് ഈ കട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാൻ ഒരു കട്ട് ഓഫ് ടൈം എപ്പോഴും ആൾക്കാർക്ക് കൊടുക്കണം. ഓക്കെ, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിൽ നിന്നോ എന്തൊരു കാര്യം ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫയർ ആക്സിഡൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബസ്സാണെങ്കിൽ പോലും നമുക്ക് ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു കതക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഫയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വണ്ടി കത്തി പിടിക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കതക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താണ്, എന്താ പറയുക, ഫയർ ഡോറൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആൾക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്കെന്താണ്, എത്രത്തോളം ആളപായം കുറയ്ക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണത്, നമ്മൾ ഈ ഒരു ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ എന്ന രീതി നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം മാക്സിമം യൂസ് ഓഫ് നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഓക്കെ, പെട്ടെന്ന് ആളി പടരാത്ത രീതിയിൽ, കമ്പസ്റ്റബിൾ അല്ലാത്ത, പെട്ടെന്ന് കത്താൻ സാധ്യത അല്ലാത്ത, അല്ലെങ്കിൽ കത്താൻ തന്നെ സാധ്യത അല്ലാത്ത മെറ്റീരിയൽസ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്. മാക്സിമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എങ്ങനെയായാലും കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കും, പക്ഷെ മാക്സിമം നമ്മളെന്താണ്, നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ചെറിയൊരു അംശം എന്താ പറയുക, കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും എന്ന് നമുക്ക് ഷുവറാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം യൂസേജ് ഓഫ് നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ്. ഓക്കെ, അതായിരിക്കണം നമ്മളുടെ പ്രൈമറി എയിം. പിന്നെന്താണ്, ഓൾ ദ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ്. ഏതാണ് സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് പറഞ്ഞാൽ നമ്മളെ ബീം, കോളം, പിന്നെന്താണ് നമ്മളുടെ പലതരത്തിലുള്ള ലിൻഡൽ, ആർച്ച്, ഫ്ലോറ്, റൂഫ്, അങ്ങനത്തെ പലതരത്തിലുള്ള സ്ലാബുകളൊക്കെ നമ്മളെ സ്ട്രക്ചറൽ എലിമെൻ്റാണ്. ഒരു സ്ട്രക്ചറിനെ താങ്ങി നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസിന്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിൽഡിങ്ങിനെ താങ്ങി നിൽക്കുന്ന മെറ്റീരിയൽസ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീം, കോളം, ലിൻഡൽ, ആർച്ച്, ഫ്ലോറ്, റൂഫ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് ആണ്. അതെന്താണ്, ഇറ്റ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ഇൻ സച്ച് എ വേ, ഓക്കെ, ദാറ്റ് ദേ ഷുഡ് കണ്ടിന്യൂ ഫോർ ദ പീരിയഡ് വിച്ച് മേ ബി സഫീഷ്യൻറ്റ് ഫോർ ദ ഓക്യുപ്പൻസ് ടു എസ്കേപ്പ് ആഫ്റ്റർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ഫയർ. ഓക്കെ, അവർക്കൊരു സമയം കിട്ടണം. ഈ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് ആളി കത്താൻ പാടില്ല. ഓക്കെ, ആളി കത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ടൈം കിട്ടൂല. ഓക്കെ, അതിൽ വസിക്കുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു കട്ട് ഓഫ് ടൈം കിട്ടണമെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് എന്തായിരിക്കണം, ഓക്കെ, അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കണം സ്ട്രക്ചറൽ എലിമെൻറ്റ്സ്. ആ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് ആളി കത്താനും പാടില്ല, പെട്ടെന്ന് ഇടിഞ്ഞു വീഴാനും പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരു 10-11 പോയിൻ്റായിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 8 പോയിൻ്റെങ്കിലും ഓർത്ത് വെക്കണം. ഇപ്പോൾ പറഞ്ഞ 2 പോയിൻറ്റും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷേ അത് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എസ് എ പാർട്ടിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയണത് ലോഡ് ബിയറിംഗ് വോൾസ് ഓർ കോളംസ് ഓഫ് മേസൺറി ഷുഡ് ബി തിക്കർ ഇൻ സെഷൻ സോ ദാറ്റ് they may successfully act as fire barrier for a considerable time. ഓക്കെ, അപ്പോൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള വോളുകൾ അല്ലെങ്കിൽ കോളം അതൊക്കെ കുറച്ചും കൂടി തിക്കായിരിക്കണം. ഓക്കെ, തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, തിന്നല്ല. തിന്ന് പറഞ്ഞാൽ എന്താ, ചിലർ നല്ല എന്താ പറയുക മെലിഞ്ഞുണ്ടാവുമല്ലോ, ആ രീതിയിലായിട്ടുള്ള എലിമെൻറ്റ്സ് ആയിരിക്കരുത് എന്ത്, ലോഡ് ബിയറിംഗ് വോൾസും അതുകൂടാതെ തന്നെ കോളംസും. ഈ കോളംസും ലോഡ് ബിയറിംഗ് വോൾസും കുറച്ചും കൂടി കനമുള്ളതായിരിക്കണം. കനം എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചും കൂടി വിടുത്തുണ്ടാവണം അതിന്. ഓക്കെ, നല്ലൊരു വീതിയും നല്ല തിക്നെസ്സും ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്, അതൊരു ഫയർ ബാരിയറായിട്ട് ആക്ട് ചെയ്യാൻ. ഓക്കെ,
ബാരിയറായിട്ട് ആക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ തീ കത്തി, പെട്ടെന്ന് ഓരോ റൂമിലേക്ക് ആൾ പടരാൻ പാടില്ല. ഒരു റൂം കുറേ നേരം പ്രതിരോധിക്കണം. ഓക്കെ, പ്രതിരോധിക്കാനുള്ളൊരു കെൽപ്പ് ഉണ്ടാവണം. ഇപ്പം എത്ര നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു റൂം കൺസ്ട്രക്റ്റ് ചെയ്തെങ്കിൽ പോലും അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. കുറേ ആൾ കത്തുമ്പോൾ അതിനൊരു എന്താ പറയുക 10-20 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരു റൂം ഫെയിലിയർ ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്താണ്, തിക്കാണെങ്കിൽ അതിന് കുറച്ചും കൂടി ആ ഒരു പ്രതിരോധിക്കാനുള്ള കെൽപ്പ് കുറച്ചും കൂടി കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പറയണത്. ഓക്കെ, അപ്പോൾ ലോഡ് ബിയറിംഗ് വാൾസും അതുകൂടാതെ തന്നെ കോളംസും അത് ബേസിക്കലി കുറച്ചും കൂടി തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയണത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫയറിന് ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയണ കാര്യമാണ് എന്താണ്, ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് RCC ഫ്ലോർ. പിന്നെന്താണ്, റൂഫ്. ഓക്കെ, അവിടെ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, RCC ഫ്ലോറിലായാലും റൂഫായാലും ജാക്ക് ആർച്ച് റൂഫായാലും അവിടെയൊക്കെ നമ്മൾ ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയലാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്ന പോയിന്റ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്രെയിംഡ് സ്ട്രക്ചർ ഷുഡ് ബി പ്രിഫേർഡ് ടു സ്റ്റീൽ സ്ട്രക്ചർ. ഓക്കെ, റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് കമ്പാരറ്റീവ് ടു സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലിന് ട്വിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ സ്റ്റീൽ ഇങ്ങനെ നമ്മൾ കുറേ എന്താ പറയുക ഉരുക്കാറില്ലേ നമ്മൾ. ഓക്കെ, മെറ്റലായിട്ടുള്ള മെറ്റീരിയൽസ് ആയാലും സ്റ്റീലായിട്ടുള്ള മെറ്റീരിയൽസ് ഉരുക്കി നമ്മൾ വളച്ചെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ തീ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളുടെ ഫയർ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ട്വിസ്റ്റോ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി നല്ല ഹെവി ഫയർ ആകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ദ മെറ്റൽ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ബൈ യൂസിങ് കോൺക്രീറ്റ്. അഥവാ നമ്മൾ മെറ്റൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ബിൽഡിംഗ് എങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി അതിന് പ്രതിരോധിക്കാനുള്ള കെൽപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RC സ്ട്രക്ചർ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് കമ്പയർ ടു സ്റ്റീൽ സ്ട്രക്ചേഴ്സിന്. ഓക്കെ, കമ്പയർ ടു സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് RC ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കണം നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യണത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്വിസ്റ്റ് ചെയ്യാനും സാഗ് ചെയ്യാനും അതേപോലെ ഡിസ്റ്റോർട്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മെറ്റൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയിട്ട് പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നാലാമതായിട്ട് വരുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് റൂഫ് ഷുഡ് ബി എൻകറേജ്ഡ് ഇൻ കേസ് ദ സീലിംഗ് റൂഫ് ഇസ് കൺസിഡേർഡ് നെസസറി. ഓക്കെ, ഫ്ലാറ്റ് റൂഫ് വേണം നമ്മൾ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ റൂഫ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ലോപ്പിംഗ് റൂഫാണ് പ്രൊവൈഡ് ചെയ്യണതെങ്കിൽ അതിൽ സീലിംഗ് പ്രൊവൈഡ് ചെയ്യണത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വരുന്ന പോയിന്റ്, കേസ് ദ സീലിംഗ് റൂഫ് ഈസ് കൺസിഡേർഡ് നെസസറി സീലിംഗ് ഓഫ് ദ സ്ലോപ്ഡ് റൂഫ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പഡ് ആയിട്ടുള്ള റൂഫ് ആണെങ്കിൽ പോലും എന്താണ് ചിമ്മിനി എഫക്റ്റ് എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിമ്മിനി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു റൂം സ്ലോപ്പഡായിട്ട് ഇങ്ങനെ പൊന്തി പോവുകയാണ്. ഓക്കെ, ചെരിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വാർത്തതാണ്. അപ്പോൾ അങ്ങനെ തീ കത്താനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ റൂഫാണെങ്കിൽ അതിനൊരു ചിമ്മിനി എഫക്റ്റ് കിട്ടും, അതിനാളി പടരാനുള്ള സാധ്യതയുണ്ട് മുകളിലേക്ക്. അതുതന്നെ ഫ്ലാറ്റ് റൂഫാണെങ്കിൽ ഒരു പരിധി വരെ അങ്ങനെ എന്താ പറയുക ഒരു ചിമ്മിനി എഫക്റ്റ് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ ആകുമ്പോൾ നമ്മളെന്താണ് ഫ്ലാറ്റ് റൂഫ് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണുണ്ടോ? അല്ല, നമ്മൾ ബേസിക്കലി ഇപ്പോൾ എന്താണ് ആ ഒരു ഭംഗീനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. ഓക്കെ, പിന്നെ എന്താ പറയുക നമ്മൾ ഫയർ റെസിസ്റ്റൻ്റ് എന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക മാറ്റി നിർത്താറാണ് പതിവ്.
അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടാനാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്ലോപ്പ് റൂഫൊക്കെ തന്നെ ചെയ്യണം. പക്ഷേ അതിനെന്ത് ചെയ്യും, നമ്മൾ സീലിംഗ് പ്രൊവൈഡ് ചെയ്ത് എക്സ്ട്രാ ആയിട്ട് സീലിംഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പോയിന്റ് കഴിഞ്ഞു. ഇനി 5ാമത്തെ പോയിൻ്റാണ്. പക്ഷേ ഞാൻ 1 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ കണ്ടിന്യൂഡ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത പോയിൻ്റ് 5ാമത്തെ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, പാർട്ടീഷനായിട്ട് വരുന്ന വാൾസ്. ഓക്കെ, പാർട്ടീഷൻ വാൾസ് ഷുഡ് ബി ഓഫ് ഫയർ റെസിസ്റ്റൻറ്റ്. ഓക്കെ, മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്താ പറയേണ്ടത്, പാർട്ടീഷൻ വാൾസ് നമ്മൾ ബേസിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ ജനറൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RCC, RBC, മെറ്റൽ ലാത്ത്, പ്ലാസ്റ്റർ, ആസ്ബസ്റ്റോസ്, സിമെൻറ്റ് ബോർഡ്, ഹോളോ കോൺക്രീറ്റ്, ക്ലേ ടൈൽസ്. ഓക്കെ, എന്നിട്ട് അതിനെ പ്ലാസ്റ്റർ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് പാർട്ടീഷൻ വാൾ. ഓക്കെ, എങ്കിൽ നമ്മൾ വുഡൻ പാർട്ടീഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോർട്ടാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോർട്ടാർ നമ്മൾ അതിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയണത്. ഓക്കെ, പാർട്ടീഷൻ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിനെ നമ്മൾ 2 റൂമായിട്ട് മാറ്റി, ഓക്കെ, ക്യാബിനായിട്ടും റൂമുകളായിട്ടും നമ്മൾ മാറ്റുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനത്തെ റൂമുകളായിട്ട് മാറ്റണ ആ പാർട്ടീഷൻ വാളിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആസ്ബസ്റ്റോസ്, സിമെൻറ്റ് ബോർഡ്, മെറ്റൽ ലാത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇങ്ങനത്തെ മെറ്റൽസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ പാർട്ടീഷൻ വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ വുഡൻ പാർട്ടീഷനാണ് ഉപയോഗിക്കണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോർട്ടർ ഉപയോഗിച്ചിട്ട് അതിന് കവറിങ് കൊടുക്കണം. ഓക്കെ, എന്താ പറയുക, പ്ലാസ്റ്ററിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി 6ാമതായിട്ട് വരുന്ന പോയിന്റ്, ലോഡ് ബിയറിംഗ് വാൾസ് ആസ് വെൽ ആസ് നോൺ ലോഡ് ബിയറിംഗ് വാൾസ് ഷുഡ് ബി പ്ലാസ്റ്റേർഡ്. ഓക്കെ, ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള വാൾസ് ആണെങ്കിലും നോൺ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള വാൾസ് ആണെങ്കിലും എന്തൊരു വാളും ആയിക്കോട്ടെ അതിനെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ്, കുറച്ചും കൂടി പ്രതിരോധശേഷി കൂട്ടും. എന്തിൻ്റെ പ്രതിരോധശേഷി, നമ്മളുടെ ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടി പ്രതിരോധശേഷി കൂട്ടും. ആര്, നമ്മളെ പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ, തേപ്പ്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന പോയിൻ്റാണ് 7ാമത്തെ പോയിൻ്റാണ് തോന്നുന്നു. ദ സീലിംഗ് ഷുഡ് ബി ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഓർ സസ്പെൻഡഡ് ഫ്രം ദ ഫ്ലോർ ജോയിസ്റ്റ് ആൻഡ് ഷുഡ് ബി മെയ്ഡ് ഫ്രം ഫയർ റെസിസ്റ്റൻറ്റ് ബൈ ഫിക്സിംഗ് ആസ്ബസ്റ്റോസ്, സിമെൻറ്റ് ബോർഡ്, ഫൈബർ ബോർഡ്, മെറ്റൽ ലാത്ത്, പ്ലാസ്റ്റർ എക്സെട്ര ടു ഇറ്റ്സ് ഫ്രെയിം വർക്ക്. ഓക്കെ, ചില സീലിങ്ങുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാറ്. ഓക്കെ, അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫാൾസ് സീലിംഗ് കൊടുത്തിട്ടുണ്ടാവും, കുറേ അലുമിനിയം ഫ്രെയിം വർക്ക് ഉണ്ടാവും, അതിൻ്റെ മുകളിലൊരു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ജ്വല്ലറിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിരിക്കും. അതൊക്കെ സീലിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയണത്, നമ്മൾ അറ്റാച്ച്ഡോ അല്ലെങ്കിൽ സസ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, കൊളുത്തി പിടിച്ചിട്ടുണ്ടോ. കൊളുത്തി പിടിക്കുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങനെ ഓരോ കമ്പി ഇട്ടെടുത്തിട്ട് ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ടാവും, അത് സസ്പെൻഡഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കണം. ഓക്കെ, ആസ്ബസ്റ്റോ, സിമെൻറ്റ് ബോർഡും ഫൈബർ ബോർഡും മെറ്റൽ ലാത്തും, അതുകൂടാതെ തന്നെ പ്ലാസ്റ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ ഫ്രെയിം വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് അടുത്ത പോയിന്റ്, നമ്മുടെ ഡോറ് മെറ്റൽ ഫ്രെയിം ഉപയോഗിച്ചിട്ടുള്ള ഡോറുകളായിരിക്കണം. നമ്മൾ ഡോറിനും പിന്നെ സ്റ്റീൽ ഷട്ടേഴ്സൊക്കെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ബേസിക്കലി ആയിട്ട് ഡോറിൻ്റെ ഫ്രെയിം, ഓക്കെ, മെറ്റൽ ഫ്രെയിം ഫോർ ഡോർ വിത്ത് സ്റ്റീൽ ഷട്ടേഴ്സ്. ഓക്കെ, അത് വേണം നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി 10ാമത്തെ പോയിൻ്റാണ്, ഡ്യൂ കൺസിഡറേഷൻ ഷുഡ് ബി മെയ്ഡ് ഫോർ പ്രൊവൈഡിങ് സൂട്ടബിൾ മീൻസ് ഓഫ് എസ്കേപ്പ് ഫോർ ദ ഓക്യുപ്പൻസ് ഓഫ് ദ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടുത്തെ 10ാം നിലയത്തെ ആൾക്കാർക്ക് വരെ രക്ഷപ്പെടാനുള്ള ഒരു എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, രക്ഷപ്പെടാൻ, പെട്ടെന്ന് ചാടി രക്ഷപ്പെടാനൊക്കെ ഉള്ള സൗകര്യം
നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇൻ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളെന്താണ് ആൻ ആക്സസിബിൾ വിൻഡോ ലാർജ് ഇനഫ് ടു പെർമിറ്റ് ദ ഓക്യുപ്പൻസ് ടു ഗെറ്റ് ത്രൂ ദ ഓപ്പണിംഗ് ഷുഡ് ബി എൻഷുർഡ്. നിങ്ങൾ ഈ എന്താ പറയുക KSRTCൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഗ്ലാസ് എമർജൻസി എക്സിറ്റ് ആണ്. അത് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചാടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് പറയണത്. ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാരുണ്ടാകുമ്പോൾ രക്ഷപ്പെടാൻ മാർഗം ഉണ്ടാവില്ല, എല്ലാവരും കൂടി കുത്തി തിരക്കും. ആ സമയത്ത് ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡോറ് മാത്രമല്ല വിൻഡോ മാത്രമല്ല ഒരു ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിറ്റ് കൊടുക്കണം. അതേപോലെ ട്രെയിനിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ജനവാതിലുണ്ടാവും, അത് നമുക്ക് പൊക്കാൻ പറ്റും. ഒരു വിൻഡോ ഉണ്ടാവും, അത് നമുക്ക് പൊക്കാൻ പറ്റും. ആ പൊക്കി കഴിഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാടാൻ പറ്റും. ആ ഒരു വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള സൗകര്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സ്റ്റീൽ ഷട്ടറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്കേപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന്. ഓക്കെ, അതിപ്പോൾ ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിലാണ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ, ഒരു ആക്സസിബിൾ വിൻഡോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു 10 നില ബിൽഡിങ്ങിൽ ഒരു ആക്സസിബിൾ വിൻഡോ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് 10ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുന്ന പോലെ ആവില്ലേ. അപ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആണെങ്കിൽ എന്താണ് അവിടെ സ്റ്റെയർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഫയർ എക്സിറ്റിനുള്ള ഒരു RCCൻ്റെ സ്റ്റെയർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. എന്താണ് ബിൽഡിങ്ങുമായിട്ട് കോണ്ടാക്റ്റ് അല്ലാത്ത രീതിയിൽ. അപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റെയറിലേക്ക് ചാടും. ഓക്കെ, ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റെയറിലേക്ക്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുറമേ കൂടെ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു സിഗ്സാഗ് മോഡൽ. ഓക്കെ, സിഗ്സാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോഗ് ലെഗ്ഡ് പോലെ ഇങ്ങനെ സിഗ്സാഗായിട്ട് കുറേ വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പുറത്തുനിന്ന് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സിഗ്സാഗ് മോഡൽ. ഓക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ എസ്കേപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്റ്റെയർ തന്നെയാണ് ആ തരത്തിലുള്ള സ്റ്റെയറുകൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സുകൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റുകൾ നല്ല വൃത്തിക്ക് ഒരു 10 പോയിന്റെങ്കിലും പഠിക്കുക. എക്സാമിന് ഒരു 8 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്, 8 or 9 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ല വൃത്തിക്ക് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ 2019-20 ചോദിച്ചിട്ടുണ്ട് ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല പോയിന്റുകൾ. ഓക്കെ, മാക്സിമം യൂസ് ഓഫ് നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് നമ്മൾ എൻകറേജ് ചെയ്യണം. പിന്നെന്താണ് നമ്മളെ സ്ട്രക്ചറൽ എലിമെൻറ്റ്സ് ബീം, കോളം, ലിൻഡൽ അങ്ങനത്തെ എല്ലാ മെറ്റീരിയൽസിനും അത് എങ്ങനെയായിരിക്കണം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അത് കുറേ നേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉള്ള എലിമെൻറ്റ്സ് ആയിരിക്കണം. അതുകൊണ്ട് എന്താ വേണം, ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്യാൻ പറ്റണം. ലോഡ് ബിയറിംഗ് വാൾസ് ആയാലും കോളംസ് ആണെങ്കിലും തിക്കായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെന്താണ് ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളുടെ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, RC റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വെച്ചിട്ട് വേണം നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണത് സ്റ്റീൽ സ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്യാനും സാഗ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ എന്താണ് ഡിസ്റ്റോർട്ട് ആവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മെറ്റൽ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് പ്ലാസ്റ്ററിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് ഫ്ലാറ്റ് റൂഫ് വേണം നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത് കമ്പയർഡ് ടു സ്ലോപ്പ്ഡ് റൂഫ്. ഓക്കെ, ഇനി സ്ലോപ്പ് റൂഫ് ആണെങ്കിൽ പോലും അതിന് ഫോൾ സീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെന്താണ് പാർട്ടീഷൻ വാൾ നമ്മൾ ബേസിക്കലി കൺസ്ട്രക്ട് ചെയ്യണത് ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ബസ്റ്റോസ്, സിമെൻറ്റ് ബോർഡ്, ഹോളോ കോൺക്രീറ്റ്, ക്ലേ ടൈൽസ്, ഓക്കെ, മെറ്റല്ലാത്ത പ്ലാസ്റ്റർ, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാർട്ടീഷൻ വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ലോഡ് ബിയറിംഗ് വാൾസ് ആണെങ്കിലും നോൺ ലോഡ് ബിയറിംഗ് വാൾസ് ആണെങ്കിലും എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ സീലിംഗ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള സീലിംഗ് ആണെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുള്ള സീലിംഗ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ് നമ്മളുടെ ഡോറിൻ്റെ ഫ്രെയിം വർക്കും അതിൻ്റെ ഷട്ടർ വർക്കൊക്കെ നമ്മൾ ബേസിക്കലി മെറ്റൽ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് വേണം കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ അവസാനമായിട്ട് പറഞ്ഞ പോയിൻ്റാണ് എന്ത്, ഫയർ എസ്കേപ്പിന് ഒരു മാർഗം എപ്പോഴും പ്രൊവൈഡ് ചെയ്യണം.
ഇപ്പോൾ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ ഒരു ഫയർ എക്സിറ്റ് എന്താണ്, ഒരു ആക്സസിബിൾ ആയിട്ടുള്ള വിൻഡോ, ഓക്കെ, എമർജൻസി എക്സിറ്റ് ആയിട്ട് ഒരു ആക്സസിബിൾ ആയിട്ടുള്ള വിൻഡോ പ്രൊവൈഡ് ചെയ്യണം. അത് കൂടെ ചാടി രക്ഷപ്പെടാൻ പറ്റണം. അത് തന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ എന്താണ്, ഒരു സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യണം. ഒരു എക്സ്ട്രാ പ്രൊവിഷനായിട്ട് ഒരു RCCൻ്റെ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യണം. എന്താണ്, ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റിയ രീതിയിലുള്ള. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പോർഷൻ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിഫ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഡൗട്ടുകൾ വരാറുണ്ട്. എന്താണ് ലിഫ്റ്റ്, എന്താണ് എലിവേറ്റർ, ഓക്കെ, അത് പല ഭാഗത്തും പല പേരുകളായിട്ട് പറയണ ഒരു കാര്യമാണ്. സംഭവം ലിഫ്റ്റും എലിവേറ്ററൊക്കെ ഒരേ സാധനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. എസ്കലേറ്റർ വേറെ തന്നെ ഒരു മെറ്റീരിയലാണ്. ഓക്കെ, ലിഫ്റ്റും എലിവേറ്ററൊക്കെ നമ്മൾ വേർട്ടിക്കൽ ട്രാൻസ്പോർട്ടിനാണ് ഉപയോഗിക്കുക, വേർട്ടിക്കലി ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ, പക്ഷേ നമ്മളുടെ എസ്കലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. പക്ഷെ എന്താണ്, ഒരു സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, മൂവിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും. ഓക്കെ, ആ മൂവിങ് സ്റ്റെപ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ പോണ ഒരു മെറ്റീരിയലാണ് എസ്കലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ ഷോപ്പിംഗ് മോളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എസ്കലേറ്റേഴ്സാണ്. ഓക്കെ, പക്ഷേ ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നമ്മളുടെ ലിഫ്റ്റ് ഓർ എലിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താണ്, പലതരത്തിലുള്ള ലിഫ്റ്റുകളുണ്ട്. പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട്, പിന്നെന്താണ് ഗുഡ്സിൻ്റെ ലിഫ്റ്റ് ഉണ്ട്, സർവീസ് ലിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽ എന്താ പറയുക, ആൾക്കാരെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച്. ഓക്കെ, ആൾക്കാരെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസഞ്ചേഴ്സ് മാത്രമാണെങ്കിൽ ഓക്കെ, അതിന് പറയുന്ന പേരാണ് പാസഞ്ചർ ലിഫ്റ്റ്. ആൾക്കാരെ മാത്രം കൊണ്ടുപോകണം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഒരു ഹോസ്പിറ്റലാകാം, ഒരു ഷോപ്പിംഗ് മോളാകാം, അവിടെയൊക്കെ വേർട്ടിക്കലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റുകളെ നമ്മൾ പാസഞ്ചർ ലിഫ്റ്റ് എന്ന് പറയും. ഓക്കെ, ഗുഡ്സ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകേണ്ടതായിരിക്കും, പക്ഷെ എന്താ, ചിലപ്പോൾ ആൾക്കാരും അതിൽ കയറേണ്ടി വരും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധനം കൊണ്ടുപോകണ്ടേ, അപ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക, ഈ പണി നടക്കണ ഒരു സ്ഥലമാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിളായിട്ട് മണൽ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ അർബാൻ എന്ന് പറയാറുണ്ട്, അതിലിങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഹെവി വെയിറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഈ ആൾക്കാർ പോണ പോലത്തെ ലിഫ്റ്റിനെ പോലെ അല്ല കൺസ്ട്രക്ട് ചെയ്യാറ്, പക്ഷേ ഒരാൾക്ക് കയറി നിൽക്കാനും പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ ഗുഡ്സ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി സർവീസ് ലിഫ്റ്റ് ഉണ്ടാവും. സർവീസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ചില വലിയ വലിയ സിൽക്ക് സാരീസ് അല്ലെങ്കിൽ വലിയ വലിയ എന്താ പറയുക തുണി അലക്കണ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഈ ലിഫ്റ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ, ഈ നമ്മൾ എടുത്ത സാധനങ്ങൾ അവർ പറയും താഴെ പോയിട്ട് എടുത്താൽ മതി എന്ന് പറയും. താഴെ സാധനം വരും, ആ സാധനം നിങ്ങൾക്ക് അവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ അവർക്കൊരു ലിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പാക്ക് ചെയ്തിട്ട് ഒരു സാധനത്തിലേക്ക് ഇടും. ആ ഇടലുമ്പോൾ ആ ചെറിയൊരു ഓട്ടയായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, നമ്മളെ AC-ൻ്റെ ഒക്കെ ഡക്റ്റ് പോലത്തെ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലേക്ക് പാക്ക് ചെയ്തിട്ടിടും. അത് നേരെ ഇങ്ങനെ കറങ്ങി താഴേക്ക് വരും. ഓക്കെ, നമ്മൾ വലിയ വലിയ സിൽക്കുകളൊക്കെ ആണെങ്കിൽ ഓക്കെ, തമിഴ്നാടുകളിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ അങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. നമ്മളെ എന്താ പറയുക, കേരളത്തിലും ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ആൾക്കാർ തന്നെയാണ് കൊണ്ടുവന്ന് കൊടുക്കാറ്. ഇപ്പോഴൊക്കെ ഫോളോ ചെയ്യണ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും 4ാം നിലയിലാണെങ്കിൽ ഒരാൾ നമ്മളെ പുറകിൽ ഇങ്ങനെ നടക്കും ഒരു കൊട്ടയായിട്ട്, അയാളിങ്ങനെ ക്യാരി ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരിക. പക്ഷേ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസിലൊക്കെ ആണെങ്കിൽ അവർ പാക്ക് ചെയ്തിട്ട് ഒരു ലിഫ്റ്റ് മുഖേന, ഒരു ചെറിയ നമുക്ക് ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ലിഫ്റ്റിൽ അങ്ങോട്ട് ഇടും, അത് നേരെ താഴെ പോയിട്ട് എത്തുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള ലിഫ്റ്റുകളുണ്ട്. അപ്പോൾ ലിഫ്റ്റിൻ്റെ കുറേ തരത്തിലുള്ള എന്താണ് നമുക്ക് S4-ൽ പഠിച്ചിരുന്നു. നിങ്ങൾ വർക്കിംഗ് ഡ്രോയിങ് 1-ൽ നമ്മൾ ലിഫ്റ്റിൻ്റെ ഓരോ എന്താ പറയുക അതിലുള്ള എക്യുപ്മെൻറ്റ്സ് ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കോമ്പനൻസ് ഉണ്ട്. ആ കോമ്പനൻസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ
പഠിക്കാൻ പോണത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ, കുറേ കൂടുതലൊന്നും കവർ ചെയ്തിട്ടില്ല, എന്നാലും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.